Hello viewers, मेरा प्रिय दर्शक, I'm not well, so I'm lying and take the class for you. ഇന്ന് നമുക്ക് today we are studying some prepositions. ഹിന്ദി में ഗതി. അപ്പോൾ ഇതിനെ ഹിന്ദിയിൽ ഗതി എന്നാണ് പറയുക കേട്ടോ. പ്രപ്പോസിഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടോക്കിംഗ്. പ്രപ്പോസിഷൻ നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദി പ്രപ്പോസിഷൻ, ദർ ഇസ് എ സൈൻ. അപ്പോൾ പറയാറുണ്ട്, ആരും പ്രപ്പോസിഷനിൽ പൂർണ്ണരല്ല. പറയാൻ കാരണം നമുക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാവും, അതല്ലേ ഇതല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കത് സിമ്പിളായി പഠിക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആൽ, ഓട്, കൊണ്ട്, ഇൽ, നിന്ന്, കാൾ, മുതൽ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ പഴയ ക്ലാസ്സിൽ. ആൽ എന്ന് പറഞ്ഞാൽ അതിനാൽ, ഓട് അതിനോട്. അപ്പോൾ ആൽ, ഓട്, കൊണ്ട് അതുകൊണ്ട്. ആലോട് കൊണ്ട് ഇൽ ഇതിൽ, അതിൽ എന്നൊക്കെ പറയും. ഇൽ നിന്ന് അതിൽ നിന്നും. കാൾ അല്ലെ, അതിനേക്കാൾ എന്നൊക്കെ പറയില്ലേ. കാൾ മുതൽ, അത് മുതൽ, ഇത് മുതൽ. ഇതൊക്കെ സിമ്പിൾ പ്രപ്പോസിഷനായി വരണതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇൻ, ഓൺ, അറ്റ്, ബൈ, ഫ്രം, ടു, ഫോർ, ഓഫ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ ചേർക്കുമ്പോൾ മാത്രമേ ഇതിന് കറക്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ആ വേർഡ്സിന് അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് ഒരു കറക്റ്റായിട്ടുള്ള മീനിങ് ഉണ്ടാവും. സോ യു ഷുഡ് കെയർഫുള്ളി ടു യൂസ് ദം, അതർവൈസ് ദി മീനിങ് ഓഫ് ദി സെൻറ്റൻസ് വിൽ തെറ്റിപ്പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം, അതുപോലെ കോമൺ ആയിട്ടുള്ള ചില പ്രപ്പോസിഷൻ, അതായത് ചില ഭാഗങ്ങളിൽ ചില പ്രപ്പോസിഷൻസ് മാത്രമാണ് ഉപയോഗിക്കുക, കോമൺ. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, ഞാനത് വേർതിരിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, അല്ല, ഇൻ സാധാരണയായിട്ട് പ്രധാനപ്പെട്ട സിറ്റികൾ, രാജ്യങ്ങൾ, സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട്സ്, ഇതിൻ്റെയൊക്കെ മുന്നിൽ ഉപയോഗിക്കാറുണ്ട്. വലിയ സിറ്റികളുണ്ട് അല്ലേ. ഇൻ അമേരിക്ക, ഹീ ഈസ് ലിവിങ് ഓർ സ്റ്റേയിങ് ഓർ വാക്കിംഗ് ഇൻ അമേരിക്ക. It's in India. Her father is in Tamil Nadu. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഇന്നാണ് ഉപയോഗിക്കുക. എന്നാൽ ചെറിയ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ അറ്റ് വെച്ച് പറയാറുണ്ട് അല്ലേ. ഉദാഹരണം, ചെറിയ സ്ഥലം അറ്റ് കൂർഗ്, അറ്റ് സംഭവം. അപ്പോൾ ഇതിനൊക്കെ അറ്റ് വെച്ച് പറയാറുണ്ട്. അപ്പോൾ ഇൻ, അറ്റ്. എന്നാൽ മറ്റുപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇന്നനും അറ്റനും ഒരുപാട് അല്ലേ. ഹീ ഈസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്, അവൻ ഗേറ്റിൽ കാത്തു നിൽക്കുന്നു അല്ലേ. അതുപോലെ ദേ ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വേറെ സാഹചര്യങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഇൻ ആൻഡ് അറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണില്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക. സ്വന്തം കുറേ സെൻറ്റൻസ് എടുത്തുകൊണ്ട് അതിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വായിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കൈവരും. ഞാനിന്ന് കൂടുതൽ നീട്ടുന്നില്ല, ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. സോ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.